ദൃശ്യങ്ങളിൽ കാണാം. അദ്ദേഹം ആ വീട്ടിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇടത്തു നിന്നും അദ്ദേഹം പോവുകയാണ്. അദ്ദേഹം മാവൂർ റോഡിലെ അദ്ദേഹത്തിന് ഇനി പോകേണ്ടത് സ്മൃതിപഥം ആ ശ്മശാനത്തിലേക്കാണ്. അദ്ദേഹം അവിടേക്ക് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇനി മടങ്ങി വരാത്ത, ഇനിയൊരു തിരിച്ചുവരവില്ലാത്ത ഒരു യാത്ര. ആ യാത്രയിൽ അദ്ദേഹത്തെ അവിടെ ആംബുലൻസിലേക്ക് കൊണ്ടുപോവുകയാണ്, ആംബുലൻസിലേക്ക് കയറ്റുകയാണ്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ, പ്രിയപ്പെട്ടവർ, സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ആ വീട്ടിൽ ഇത്രയും സമയം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അത് ആ സാന്നിധ്യത്തെ ബഹുമാനിച്ചുകൊണ്ടാണ് ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആളുകൾ ഇന്നലെ രാത്രി മുതൽ ഈ സമയം വരെ അവിടെ വന്നു പോയിക്കൊണ്ടിരുന്നത്. അതിലൊരു വിഭാഗം ആളുകൾ അവിടെ ഇപ്പോഴും തുടരുകയാണ്. അവർ അദ്ദേഹത്തെ ആംബുലൻസിലേക്ക് മാറ്റുന്നു. ആംബുലൻസിൽ അദ്ദേഹമുണ്ട്. സ്മൃതിപഥം അവിടെ നിന്ന് കുറച്ച് ദൂരെ മാവൂർ റോഡിലാണ് ഉള്ളത്. ഇനി നൊമ്പരത്തിൻ്റെ നിമിഷങ്ങളാണ് വിജയകുമാർ. മിഥില ബാലൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. മിഥില, ഈ നിമിഷം, അതായത് അദ്ദേഹം എത്രയോ വർഷങ്ങളായി താമസിച്ച വീട്ടിൽ നിന്ന് വിട ചൊല്ലുകയാണ്. ഈ വേളയിൽ അവിടെ നിന്ന് എന്താണ് നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഹെസ്കയൻ, ശരിയാണ്. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള സിത്താരയിൽ നിന്ന് അന്ത്യയാത്രയ്ക്കായി അദ്ദേഹം ഇറങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഇപ്പോൾ ആംബുലൻസിൽ കയറ്റിയിട്ടുണ്ട്. പ്രാർത്ഥനകളോടെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ പ്രാർത്ഥനയോടെ കൂടിയാണ് ഈ ഒരു ഭൗതികദേഹം ഇപ്പോൾ ആംബുലൻസിൽ കയറ്റിയിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ വിലാപയാത്ര ഔദ്യോഗികമായി വിലാപയാത്ര ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തെ കാണാൻ എത്തിയ ആളുകളുണ്ട്, അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരുണ്ട്. അവരുടെ എല്ലാം ഒരു അകമ്പടിയോടെ, മന്ത്രിമാരുണ്ട്, അവരുടെ എല്ലാം ഒരു അകമ്പടിയോടെ തന്നെയായിരിക്കും അദ്ദേഹത്തെ വഹിച്ചുകൊണ്ടുള്ള, അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹവും വഹിച്ചുകൊണ്ടുള്ള ഈ ഒരു ആംബുലൻസ് ശ്മശാനത്തിലേക്ക്, അതായത് മാവൂർ റോഡ് ശ്മശാനത്തിലേക്ക് എത്തുക. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണാം. മന്ത്രിമാരായ MP രാജേഷ് ഉണ്ട്, PM മുഹമ്മദ് റിയാസ് ഉണ്ട്, മറ്റ് ജനപ്രതിനിധികളുണ്ട്. എല്ലാവരും തന്നെ ഇവിടെ അദ്ദേഹത്തിന് അന്ത്യയാത്ര ഒരുക്കാനായി കാത്തിരിക്കുകയാണ്. നൽകിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയുന്ന പോലെ ശരിക്കും നടക്കാവിലെ ഈ കൊട്ടാരം റോഡിലെ ഈ വസ്തു, ഈ സിത്താര എന്ന വസ്തു എത്രയോ എഴുത്തുകാരുടെ സംഗമവേദിയായിട്ടുണ്ട്. MDയെ കാണാൻ എല്ലാവരും എത്തുന്ന വീടായിരുന്നു. ആ വീട്ടിൽ നിന്ന് എന്നേക്കുമായുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര നിമിഷങ്ങൾക്കകം ആരംഭിക്കുകയാണ്. മാവൂർ റോഡിലെ ശ്മശാനത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ യാത്ര തുടങ്ങാൻ നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഒരു കാലഘട്ടത്തിൻ്റെ ലാവണ്യം മുഴുവൻ വായനക്കാരിലേക്ക് സന്നിവേശിപ്പിച്ച ഒരു വലിയ എഴുത്തുകാരൻ്റെ വിടവാങ്ങലിന് ഈ വീട് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുകയാണ്. തൻ്റെ സാഹിത്യകൃതികൾക്കൊക്കെ ഊടും പാവും നൽകാൻ അവസരം കിട്ടിയ അതേ വീടിൻ്റെ പടികടന്നു പോകുന്ന MD ഒരുപക്ഷെ മലയാളി മനസ്സിൽ ഏറ്റവും വലിയ നൊമ്പരം സമ്മാനിക്കുന്ന നിമിഷങ്ങളായിരിക്കും ഇതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്പം നിമിഷങ്ങൾക്കകം ഈ ആംബുലൻസ് പുറപ്പെടുകയായി. മാവൂർ റോഡിലെ സ്മൃതിപഥം ലക്ഷ്യമാക്കിയുള്ള ഈ യാത്ര ഔപചാരികമായി വിലാപയാത്ര ഇല്ലെങ്കിൽ പോലും നമ്മുടെ തലച്ചോറിലേക്ക് നൊമ്പരത്തിൻ്റെ അഗ്നി പായിക്കുന്ന നിമിഷങ്ങളിലേക്കാണ് അതിൻ്റെ വാതിലുകളൊക്കെ അടഞ്ഞു കഴിഞ്ഞു. ഇനി അന്ത്യയാത്ര തുടങ്ങുകയായി.